എടാ കൊച്ചാപ്പി, എന്താടാ ഈ തുണിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോള്? അല്ല അതെന്തായിരിക്കും ആശാനെ? എടാ നീ ബീഡി വലിച്ചു കുത്തിയല്ലേടാ? അയ്യോ, ഞാൻ വല്ല നിർത്തി. എടാ കൊച്ചു കഴിവേരുടെ മോനെ, ഞാൻ അവർക്ക് നീ വേറെ തുണി മേടിച്ചു കൊടുക്കണല്ലോ. അങ്ങനെ തന്നെ ഞാൻ സിഗരറ്റാ? ഓ വിൽസ് പാക്കറ്റില് ചാർമിനാറാ? അതെ, ആശാന്റെ കടയ്ക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയല്ലേ? നിന്റെ ഒരു വെയിറ്റ്? ഓരോരോ കള്ളന്മാര്. വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. അനിയത്തി പെണ്ണിനെ ഒരു നല്ല കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമാ കൊട്ടയിൽ ഓപ്പറേറ്ററാ. കല്യാണം കഴിയുന്ന അന്ന് മുതല് നിനക്കും നിന്റെ സ്വന്തം ഭാര്യയ്ക്കും ഫ്രീ സിനിമ കാണാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച ചെറുക്കനും കൂട്ടരും പെണ്ണ് കാണാൻ വരുന്നതിനുള്ള സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള സെറ്റ്. ഒരു കാര്യം, അവൾ എന്റെ ഭാര്യയുടെ അനുജത്തിയാ. എന്നാലും ഉള്ളത് ഞാൻ പറയും. തനിക്കും കൂടി അടി കൊള്ളാതിരിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാ ഞാൻ ഈ പറയണത്. നീ കാര്യം എന്താ വെച്ചാൽ അവൾക്ക് ഒരു ലവ് ഉണ്ട്, ഒരു പ്രേമം. നീയായിട്ട് അങ്ങനെ വെച്ചാൽ സാരില്ല. വീട്ടിലാവുമ്പോ ആരും അറിയില്ലെന്ന് വെക്കാം. ഇത് കേസ് കെട്ട് വേറെയാ. ആരാ? ഒരു പോലീസുകാരനായി. നീ പറഞ്ഞത് നന്നായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഒഴിവ് പറഞ്ഞ് ഈ മാറ്റാം. അവന്റെ അമ്മയുടെ ഒരു സെറ്റപ്പും ഒരു ഓപ്പറേറ്ററും. ഇതിനെന്തോ ആവില്ല. 40 രൂപ. അയ്യോ, ഇത് എല്ലാത്തും കൂടെ 5 രൂപ. 5 രൂപയോ? ആ കൈ കൊണ്ടുപോയി വീട്ടിൽ ചെന്നേ മീനെ തൊട്ടെന്ന് പറഞ്ഞാ മതി. 5 രൂപ പോലും. എന്നാ ഒരു രൂപ പിടിച്ചോ. എന്തൊരു നാറ്റം. പോകുന്ന വഴിക്ക് ഒന്ന് കുളിച്ചിട്ട് പോ. അമ്മ വന്നോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയോട് നല്ലപോലെ നല്ല പറഞ്ഞു. അയ്യോ, അതേതായാലും നന്നായി. ഇല്ലെങ്കിലേ ആ മീൻ മുഴുവൻ തലേ കമിഴ്ത്തിയേനെ. പഠിക്കാത്തതിന് പാറൂട്ടി ടീച്ചറുടെ തല്ല് എന്നും എനിക്ക് കൊള്ളുമായിരുന്നെങ്കിലും ഈ കുട്ടികളെ കാണുമ്പോഴാ ആ കാലം കഴിഞ്ഞതിൽ വിഷമം തോന്നുന്നത്. അല്ലേ തട്ടാക്കുട്ടി? ശരിയാ, കുട്ടികളായിരിക്കുമ്പോ തോന്നും വേഗം വലുതാവണമെന്ന്. ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. തട്ടാക്കുട്ടി മിടുക്കനായിരുന്നു, ഞാനൊരു മണ്ടിയും. തട്ടാക്കുട്ടി പഠിത്തം നിർത്തണ്ടായിരുന്നു. എനിക്ക് വലിയ ആശ ഉണ്ടായിരുന്നു, നമ്മളെ കണക്ക് പഠിപ്പിച്ച ഗോപാല സാറിനെ പോലെ ഒരു സാറാകണമെന്ന്. എന്നാ തട്ടിക്ക് പഠിക്കായിരുന്നു. കണക്കില്ലായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുട്ടിയോട് വിളിച്ചപ്പോ എന്റെ പുത്തൻ ചാശി ഒഴിച്ചു. എന്ത് ദേഷ്യമായിരുന്നു തട്ടാക്കുട്ടിക്ക്. എന്നിട്ട് ഞാനല്ല തട്ടാക്കുട്ടി 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 എന്ന് ഒരു അവനെങ്കിലും വിളിച്ചു കാണും. എല്ലാരും എന്നെ ഉണ്ണീന്ന് വിളിക്കുന്നതിനേക്കാൾ അമ്മൂട്ടേനെ തട്ടാക്കുട്ടിന്ന് വിളിക്കുന്നത് കേൾക്കാനാ ഇന്നെനിക്കിഷ്ടം. അയ്യോ, നീ മറക്കും പാടം പച്ചച്ച പാവാടയിട്ടപ്പം പാവം നീ എത്ര മേലോട്ടു നോക്കി ആടി കളിച്ചതും പാടി പറന്നതും ഒന്നായി കണ്ണീര് നീ. കല്യാണം എവിടെ നിർത്തിട്ട് നടത്തണം നീ പറയണേ? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലും എവിടുന്നെങ്കിലും കടവും വായ്പയും വാങ്ങി നമുക്കതങ്ങ് നടത്താം. ആ അച്ചുതൊട്ടാരോട് വാങ്ങിയിട്ടുള്ള മുതല് പോട്ടെ, പലിശ പോലും കൊടുത്തിട്ടില്ല. പറയാൻ മറന്നു, ഇന്ന് തട്ടാര് വന്നിരുന്നു. ഇത്തിരി പൊന്നും പൊടിയും ഒക്കെ എന്റെ കയ്യിലും ഉണ്ടല്ലോ. എല്ലാം കൂടി എടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അതങ്ങ് നടത്തണം. ഇങ്ങനൊരു കാര്യം ഒത്തുകിട്ടാനാ പാട്. ശാന്തേ, അമ്മുവിനെ കുറിച്ച് എനിക്ക് വിചാരില്ലാന്നുണ്ടോ? എപ്പോഴും അവളാ എന്റെ മനസ്സിൽ. എന്റെ മനസ്സില് ഒരാലോചന ഇല്ലാതില്ല. എന്താ അത്?
അല്ല, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നാണ് എന്റെ ഒരു ശങ്ക. ഭാർഗവേട്ടൻ നല്ലതല്ലേ ആലോചിക്കൂ. നല്ല കാര്യമാണെങ്കിൽ നമുക്കത് നടത്താം. പറയൂ ഭാർഗവേട്ട. ആലോചിച്ചിട്ട് അതേ ഒരു വഴി കാണുള്ളൂ. അല്ല, അതുകൊണ്ട് എനിക്കും നിനക്കും അമ്മൂനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് കടം കയറി പെരുകൂല്ല. എന്താണെന്ന് വെച്ചാ തുറന്നു പറ ഭാർഗവേട്ട. പറയാം. ഒരു പുണ്യപ്രവൃത്തിയും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് നീ കരുതണം. മനസ്സാ വാചാ കർമ്മണ ഈ ഭാർഗവേട്ടന് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അമ്മൂനെ ഞാൻ തന്നെ അങ്ങോട്ട് കെട്ടിയാൽ എന്താ? ഇതിത്ര വലിയ കാര്യമൊന്നുമില്ല. നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന സംഭവാ. നമുക്കാണെങ്കിൽ ഒരാൺകുട്ടിയില്ല. ഇനി തൊട്ട് നിനക്കതിന് കഴിയൂല. എന്റെ കാലശേഷം നമ്മുടെ കടയൊക്കെ നോക്കാൻ ഒരാള് വേണ്ടേ? എല്ലാം ഈ ചേച്ചേന്ന് കരുതിയാ മതി. പൊന്നും പുടവയും തന്ന് നിന്നെ കെട്ടിച്ചയക്കാൻ ഈ ചേച്ചിക്കാവില്ല കുട്ടി. മോളെ, ഈ ചേച്ചിക്ക് ഇനി നിന്നോട് ഒന്നേ പറയാനുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെ വേണമെങ്കിലും ഒളിച്ചു പൊയ്ക്കോ. മനസ്സും ശരീരവും മരവിച്ച് ഈ ചേച്ചിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ. ഈ ഭാർഗവട്ടൻ ഒരു നാണമില്ലല്ലോ. ശാന്തേച്ചിയുടെ ഭർത്താവില്ലേ അയാള്? അതിനെന്താ, ഒന്നുകൂടെ കെട്ടിയാൽ എന്താണ് അയാളുടെ ചോദ്യം? കൊള്ളാമല്ലോ അയാളുടെ പൂതി. നാട്ടിൽ നടപ്പുള്ളതല്ലേന്ന് അയാൾ പറയുന്നത്. നാട്ടു നടപ്പ് കൊല്ലും ഞാൻ അയാളെ. എന്റെ അമ്മൂട്ടിയെ ഞാനല്ലാതെ മറ്റാര് കെട്ടിയാലും അവനെ കൊല്ലും ഞാൻ. നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരാ? എന്താ എന്താ പിള്ള ചേട്ടാ, വിശേഷം വല്ലതും ഉണ്ടോ? നിനക്ക് നേരിട്ട് അളവെടുത്താലേ തയ്യൽ വരത്തുള്ളോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ബ്ലൗസ് കൊണ്ടുവന്നാല് ആ ബ്ലൗസ് വെച്ച് അളവെടുക്കാം. പിന്നെ സ്വന്തക്കാരാവുമ്പോ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് അല്ല നന്നാവാൻ വേണ്ടി. നീ ഇവിടെ കുറെ നന്നാക്കുന്ന ലക്ഷ്യമുണ്ട്. അടിച്ചു. അയ്യോ, എന്നെ തല്ലല്ലേ. ഭാര്യ യൂട്രസ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്ക. തല്ലിയ കേടുപറ്റേ. നിന്റെ തിരിച്ചുകൊള്ളു. തെറിഞ്ഞ മണിയും കൊണ്ടോ അവന്റെ ഒരു അളവെടുപ്പ്. ആശാനേ, നീ എവിടേക്കാണ് ഓടിപ്പോയത്? അതെ, ഞാൻ ഇവരെ വിളിച്ചോണ്ടരാനാ. എന്തിനാ? എന്റെ ശവം പൊക്കിക്കൊണ്ടുപോവാനാ? മനുഷ്യന് സമാധാനമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് വെച്ചാല് ഞാൻ ഇത് പൂട്ടി വല്ല ബോംബെക്ക് പോകാൻ പോവാ. ഒരു അളവെടുത്തതിന് ഇത്ര വലിയ പ്രശ്ന? താനേ സ്വർണ്ണത്തെ ചെമ്പ് ചേർത്തോ, ചെമ്പ് സ്വർണ്ണം ചേർത്തോ ആഭരണം പണിത്? അനാവശ്യം പറയരുത്. ശ്രീയാണെന്ന് ഞാൻ ഓർക്കില്ല. എന്റെ മോക്ക് പണിത് വന്ന ആഭരണം ചെമ്പ് ചേർത്തല്ലേ താൻ പണിത്? അതാണ് ചെമ്പ് ചേർത്ത് സ്വർണ്ണം പണിയാൻ പറ്റൂ. അത് ഞങ്ങൾക്കറിയാം. എനിക്ക് ഇങ്ങനെ പണിയാൻ പറ്റൂ.